സമസ്ത എന്നും ലീഗിനൊപ്പം നിന്ന ഒരു മതസംഘടനയാണ്. ഇപ്പോഴുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, സമസ്തൻ്റെ അഭിമന്യനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ മുഷാവറ എടുക്കുന്ന തീരുമാനങ്ങൾ അത് മൈക്കിൽ കൂടിയാണെങ്കിലും പത്രസമ്മേളനത്തിലാണെങ്കിലും വെട്ടിത്തുറന്ന് പറയുന്നുണ്ട്. പിന്നെ സമസ്തൻ്റെ മുഖപത്രമായ സുപ്രഭാതത്തിൽ ഇന്ന് വരെ സമസ്തക്ക് ലീഗിനെതിരെയുള്ള ലേഖനം വന്നിട്ടില്ല. അത് തെളിയിക്കാൻ ആർക്കും കഴിയൂല. പക്ഷേ പരസ്യങ്ങൾ ഏതെങ്കിലും പാർട്ടി കൊടുത്താൽ ആ പരസ്യത്തിൽ വന്ന വേർഡ്സ് മാറ്റാൻ പരസ്യം തന്നോൽ ചെയ്യാന്നല്ലാണ്ട് പത്രത്തിന് ചെയ്യാൻ കഴിയൂല. ഇവിടെ മുസ്ലിം ലീഗിൽ ദൗർഭാഗ്യപരമായ ഒരു പിളർപ്പുണ്ടായിരുന്നല്ലോ. അഖിലേന്ത്യാ ലീഗും മുസ്ലിം ലീഗും മുസ്ലിം ലീഗും രണ്ട് വർഷത്ത് അന്ന് ഏറ്റവും കൂടുതൽ നേതാക്കൾ ഉണ്ടായിരുന്ന അഖിലേന്ത്യാ ലീഗിലായിരുന്നു. മഹാനായ സി എച്ചും ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഷാബ് തങ്ങളടക്കമുള്ള കുറഞ്ഞ നേതാക്കന്മാരെ ലീഗിലുണ്ടായിട്ടുള്ളൂ. പക്ഷേ സമസ്ത അന്നും ലീഗിനൊപ്പവും പാണക്കാട് കുടുംബത്തിനൊപ്പമാണ് നിന്നത്. അതുകൊണ്ട് തന്നെയാണ് ലീഗിൻ്റെ വളർച്ച ഉണ്ടായത്. സമസ്തക്കും ആ നേട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സുപ്രഭാതം ബഹിഷ്കരിക്കാൻ ഒരു ചങ്ങാതി അങ്ങനെ ഓർഡർ ഇട്ടു, പുത്തൂർ റഹ്മാൻ. അത് അവൻ്റെ വ്യക്തിപരമായ ഇതാണ്. പിന്നെ സമസ്തൻ്റെ മുഖപത്രമായ സുപ്രഭാതം ഇപ്പം ഗൾഫിൽ ഞാൻ ചന്ദ്രിക പത്രത്തിൽ 15 കൊല്ലം ജനറൽ മാനേജറായിട്ട് നിന്നാണ്. ആ പത്രം നിർത്താൻ വേണ്ടി ശ്രമിച്ച കുറച്ച് KMCC ക്കാരുണ്ടായിരുന്നു. അതിൽ സാമ്പത്തിക ബാധ്യത വന്നപ്പോൾ അത് തീർത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം അതിനെ നശിപ്പിക്കാൻ നോക്കിയവർ ഇപ്പം സുപ്രഭാതം ഗൾഫിൽ വന്നത് KMCCയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സമസ്തയുടെ പോഷക സംഘടനയായ സുന്നി സെൻറ്ററിനേക്കാളേറെ ഗുണം ചെയ്യുന്ന കാര്യമാണ്. KMCC ചെയ്യുന്ന കാര്യങ്ങൾ മീഡിയകൾ വഴി പുറത്തോട്ട്, ഇപ്പോൾ മാധ്യമമാണെങ്കിലും സിറാജാണെങ്കിലും അതിന് പരിധികളുണ്ട് ഇതിൽ കൊടുക്കുന്നതിന്. പക്ഷേ സുപ്രഭാതം അതല്ല. സുപ്രഭാതം ഒരു മുഖപത്രം തുടങ്ങി തന്നത് തന്നെ സമസ്തയോട് കടപ്പെട്ടിരിക്കുകയാണ് സമസ്തയിൽ KMCCൻ്റെ പ്രവർത്തകരൊക്കെ. അതുകൊണ്ട് സമസ്തൻ്റെ ഒപ്പം ലീഗും രണ്ടും കൂടി കൊണ്ടെടുക്കുക, അതാണ് ഏറ്റവും നല്ലത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ പത്രത്തിൽ പരസ്യം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ, ഞാനൊരിക്കൽ മോഡി, അതായത് 30 കൊല്ലത്തിൻ്റെ ശേഷം ഇന്ത്യൻ്റെ ഒരു പ്രധാനമന്ത്രി ദുബായിൽ വന്നു, UAE. അത് മോഡിയായിരുന്നു. മോഡി ഇപ്പം ഏത് പാർട്ടിയാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ആ മോഡിയുടെ പരസ്യം ചന്ദ്രികയിലെ ഫസ്റ്റ് പേജ് കൊടുത്തു. അവർ പരസ്യം തന്നിട്ടാണ്. അന്ന് UAE എക്സ്ചേഞ്ചിൻ്റെ BR ഷെട്ടിയാണ് പരസ്യം തന്നെ. അന്ന് ആ പരസ്യം ഇട്ടതിന് ഒരുപാട് ആൾ തങ്ങളെയും കുഞ്ഞാലി സാഹിബിനെയും ഒക്കെ എടുത്തു പോയി. ഈ നമ്മളെ എല്ലാ പാർട്ടിയിലും ഉണ്ടാവില്ല ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട്. എന്നിട്ട് എന്താ പറഞ്ഞത്, അത് തെറ്റില്ലാന്ന്. അതിനുശേഷം ചീഫ് മിനിസ്റ്റർ ഫസ്റ്റിൽ ശ്രീമാൻ പിണറായി വിജയൻ ദുബായിൽ വന്നപ്പോൾ ചന്ദ്രികൻ്റെ ഫ്രണ്ട് പേജിൽ ഇതേ രീതിയിൽ തന്നെ പരസ്യം കൊടുത്തു. പരസ്യം തന്നത് ഇന്ത്യൻ അസോസിയേഷനായിരുന്നു. അന്ന് ഇന്ത്യൻ അസോസിയേഷനും KMCCയും ഇന്ത്യൻ അസോസിയേഷനും എല്ലാം കൂടിയുള്ളൊരു മുന്നണിയായിരുന്നു ഭരിച്ച്. അന്ന് അവർ തന്ന പരസ്യം ഞാൻ ചന്ദ്രികൻ്റെ ഫ്രണ്ട്, അന്ന് ഭാഗ്യത്തിന് കുഞ്ഞാലി സാഹിബ് ദുബായിലുണ്ടായിരുന്നു. ഞാൻ കുഞ്ഞാലി സാഹിബിനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു പരസ്യം കിട്ടിയിട്ടുണ്ട്, അത് പത്രത്തിൽ കൊടുത്താലോ. പിണറായി ചീഫ് മിനിസ്റ്ററല്ലേ, അതെന്താ കൊടുക്കുന്നതിനോ ഇല്ലാന്ന് തന്നെ. പക്ഷെ കൊടുത്തു, പത്രത്തിൽ വന്ന്. എന്താ പ്രശ്നം ഉണ്ടായത്? നാട്ടിലെ ചന്ദ്രികയിൽ പിണറായിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഗവൺമെൻറ് പരസ്യം ചുവപ്പ് കളറിൽ എത്ര വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു പരസ്യം വന്നതിന് അതിന് ദേഷ്യം പിടിക്കൽ ഇതൊന്നും ശരിയല്ല. അപ്പോൾ രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും രാഷ്ട്രീയക്കാരാണ്. കേരളത്തിലെ ജനങ്ങൾ ഏത് രാഷ്ട്രീയക്കാരാണ്, ഓൽക്കറിയാം ഏത് ആർക്ക് വോട്ട് ചെയ്യണം ആർക്ക് വോട്ട് ചെയ്യേണ്ട എന്നൊക്കെ. അതിപ്പോൾ ഒരാൾ പറഞ്ഞു പോയിട്ട് മാറി ചെയ്യുന്നില്ല. അപ്പോൾ അതിലൊന്നും അർത്ഥമില്ല.